എന്റെ വാർഡില് കുണ്ടാളംകുഴി അറിയില്ലേ? ആ കുറച്ച് വെള്ളമായിട്ടുള്ള റോഡ്, അതിപ്പോ കംപ്ലീറ്റ് വെള്ളമായി. ഇന്നിപ്പോ ഒരു മാഷായിട്ടുള്ള രാഘവേട്ടൻ അതിൽ വീണു. വെള്ളത്തിലോ? ഈ സൈക്കിളിന് പോണ പിള്ളേരൊക്കെ വീഴുന്നുണ്ട് അതില്. സംഭവം എന്താ വെച്ചാല് വാർഡ് സഭ കൂടി 3 ലക്ഷം രൂപ അതില് അനുവദിച്ചിട്ടുമുണ്ട്. ഇതിപ്പോ മനഃപൂർവ്വം ലാഗ് ചെയ്യിക്കണയാ. വാ ഇരിക്ക്. എന്താണ്? അല്ല, ഞാനിപ്പോ തറയിലാ നിക്കുന്നത്. അതെനിക്കറിയാലോ. അല്ല, വീടിന്റെ തറയാ പറഞ്ഞു. അതറിയാലോ. അപ്പൊ എങ്ങനെങ്കിലും ചുമര് കെട്ടിയിട്ട് ആ വീടൊന്ന് കുടി കൂടണം. അപ്പൊ 3ാമത്തെ ഗഡു ഒന്ന് പാസ്സാക്കി തരാം. ഇതെന്താന്നറിയോ മെമ്പറെ? 1ാം ഗഡു കിട്ടി, മിടുക്കനായിട്ട് തറയൊക്കെ കെട്ടി. 2ാം ഗഡു കിട്ടിയ പൈസ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്താ കെട്ടിയ 2ാം ഗഡു? 2ാമത്തെ പൈസ കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ചെറുങ്ങനെ റോൾ ചെയ്ത് പോയി. അപ്പൊ ചുമര് കെട്ടാൻ പറ്റിയിട്ടാ? അല്ല, കുഴപ്പമില്ല. ഇവിടുന്ന് കിട്ടിയ പൈസ എടുത്ത് റോൾ ചെയ്തോ? അല്ല, ഞാൻ 3ാമത്തെ കിട്ടുമ്പോ അത് ശരിയാക്കി എടുക്കുമല്ലോ. അങ്ങനെയാണ് 3ാമത്തെ ശരിയാക്കല്. എന്തായാലും ബാക്കി പണി തീരാതെ 3ാം ഗഡുവിനുള്ള ഒപ്പ് ഞാൻ ഇടില്ല. പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിന്റെ ആൾക്കാർക്ക് പണി തീരാത്ത വീട് ഇങ്ങനെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിയാക്കി കൊടുത്തിട്ടില്ല. അത് അവരുടെ മെമ്പർമാർ ചിലപ്പോ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ പലതും വിചാരിച്ചാൽ നടക്കും. എനക്ക് നടത്തൂല. ഇല്ല, ഞാൻ വിചാരിക്കില്ല. എനിക്ക് അങ്ങനെ കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. കാണാം. ശരി, ഞാൻ ഇടനുണ്ടാവും. ആയിക്കോട്ടെ. മോശമില്ല. എന്താ പോന്റെ നിലപാട്? ഇതിപ്പോ എന്താ സംഭവം എന്നറിയോ? നിങ്ങളുടെ ഭരണപക്ഷ മെമ്പർമാരുണ്ടല്ലോ, അവരിങ്ങനെ തോന്നിയ പോലെ കണ്ണി കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്ക. അതുപോലെ കള്ളത്തരമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. മിനിറ്റ്. ഹലോ, തുടങ്ങാനായോ? അതെ, വരുന്നു. അതെ, സ്വാഗത സംഘം മീറ്റിങ്ങിന് പോണ്ടേ? ശീതള, കാലത്തെ പോലെ ഒരു കാര്യം ആലോചിക്കായിരുന്നേ. ഇവിടെ ആ രാഘവേട്ടൻ വീടില്ലേ, കുണ്ടാളംകുഴിയുടെ അവിടെ. അപ്പൊ ആ മെമ്പർ വന്നപ്പോ താൻ ഇങ്ങനെ ആവേശത്തിൽ പറയണായിട്ട് വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? സത്യത്തില് താൻ അവർക്കാണ് വോട്ട് ചെയ്തേ? എന്തുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞേ? പിന്നെ അവർ നിൽക്കുമ്പോ പിന്നെ തനിക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞേ? ഒരു കാര്യം നടക്കും. വെറുതെ അല്ലാട്ടോ താൻ തോറ്റേ. ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം വല്ലപ്പോഴൊക്കെ. ഇല്ല, ഒരു സംശയം. വെറുതെ നേരം മുഴുവൻ പരദൂഷണം പറയാൻ വേണ്ടി 2 കൂടി വന്ന് കുത്തിരിക്കണോ? ഇല്ല, പുള്ളിക്കാരനൊക്കെ രാവിലെ വന്നാ നീ നോക്കിയേ. നീ ഒന്ന് 2 ദിവസം ഇവിടെ വന്നിരിക്കാവോ? 2 കൊല്ലം കായ ഒഴിപ്പിക്കാണ്ട. നിന്റെ മുടി ഒന്ന് കിട്ടി പഴിപ്പിക്കാറുന്നോ? അത് ഉള്ള പഴമൊക്കെ പാൻ തിന്നു പോകുന്ന പേടി. ഞാൻ മെമ്പർ ഉണ്ടല്ലോ, അവര് വാശിക്കാൻ പോയേക്കണട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ല, കാണിച്ചു കൊടുക്കണൊക്കെ ശരിയാ. 5 കൊല്ലം താൻ ഭരിച്ചിട്ട് ഒരു ചുക്ക് നടന്നില്ല അവിടെ. അല്ല, ഞാൻ പറയുമ്പോ പറഞ്ഞല്ലോ. പഞ്ചായത്ത് പോയത് 2 ഒന്ന് മാറിക്കോ. മന്മേട്ടാ, വീടിന് പാസ്സായി 2 ഗഡു കിട്ടി. 1 ഗഡു, 3ാമത്തെ ഗഡു എങ്ങനെ തീർന്നില്ല. ഇത് കിട്ടിയിട്ട് വേണം അതെങ്ങനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് വീട്. ഇപ്പോ ഉള്ളി വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് തോറ്റ മെമ്പറോടാ. തോറ്റെന്നല്ല, നിങ്ങൾ തോപ്പിച്ച മെമ്പറോടാ കേട്ടോ. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തോറ്റാലും ജയിച്ചാലും ഒരു പവറിനാ. ആവശ്യം തൊട്ടാ ഇത്തിരി കഴിച്ചത് നിങ്ങൾ കാശെടുത്ത് വാങ്ങില്ലല്ലോ. ടേസ്റ്റ് നോക്കിട്ടേ കുറച്ചൊക്കെ എപ്പോഴൊക്കെ വാങ്ങട്ടോ. ആദ്യം 40,000 പെട്ടി. അപ്പൊ ഞാനൊരു തറയാക്കി. പിന്നെ 160. അത് കൈമെന്ന് ചെറുങ്ങനെ റോൾ ചെയ്ത് പോയി. ഇപ്പൊ അവിടെ തന്നെ കിടക്കണം നിർബന്ധം കേട്ടോ. ഇല്ല, പുള്ളിക്കാരനെ ആ പഞ്ചായത്തിൽ നിന്ന് കാശ് കിട്ടിയ സമയത്ത് ഫുൾ ടൈം വെള്ളമായിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ അവിടെ തന്നെ പെര കെട്ടി കിടക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റണത്, എന്റെ പറമ്പിൽ ഒരു 4 കമുങ്ങ് നിപ്പുണ്ട്. ആ 4 കമുങ്ങ് മുറിച്ചെടുത്ത് 4 തൂണിടുക,
ഒരു പഴയ ഫ്ലെക്സ് പാർട്ടിയുടെ അവിടെ ഇരിപ്പുണ്ട്, അതും തരാം. അത് മേൽക്കൂരായിട്ട് ഇടുക, അവിടെ കിടക്കുക. നല്ല കാര്യം കേട്ടോ. കവുങ്ങും ഫ്ലക്സ് ഒക്കെ ആകുമ്പോ ഇയാൾക്ക് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. ആ അതെ അതെ, നല്ല കാര്യാ. ഞാൻ ആടിന്റെ കുഞ്ഞിയാ. മുന്നോട്ടൊക്കെ ഇപ്പൊ അവിടെ കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിവർത്തി അതേ ഉള്ളൂ. ഇയാൾ പഞ്ചായത്തിലെ കാശൊക്കെ വിഴുങ്ങിട്ട് പിന്നെ ആരോട് ചോദിക്കണേ? അങ്ങനെ അവന് മൂന്നാമത്തെ ഗഡുവിന് നടക്കണം. ഇയാളോട് പറഞ്ഞ അന്മാട്ട സൂര്യ തേജസ്വര കൂടുതൽ പതപ്പിക്കണ്ട. ചേട്ടാ ഒരു പറയണോട്ടാ. പിന്നെ റോഡ് ടാറിങ്ങിന്റെ കാര്യം ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മിക്കവാറും ഒരാഴ്ച കൊണ്ട് ശരിയാവുന്നാ പറഞ്ഞത്. നടക്കോ? ആ പിന്നെ അല്ല നടക്കാതെ. ഇടാ നിന്റെ അഡ്മിഷന്റെ കാര്യം ഓൺലൈനിൽ വന്നിട്ട് തോന്നണേ, പോയി നോക്ക്. അതെ, നമ്മളെ മൂന്നാം ഗഡു ശരിയാവാൻ പോണില്ല. വേണ്ട, ഇത് നാളെ വേണമല്ലോ. നീ ഇവിടെ ഇരിക്കാതെ അത് പോയി നോക്ക്. ആ എന്നാ എന്റെ കൂടെ വാ. കത്തി തീരട്ട പൊടി. അതല്ല ചെറുപ്പക്കാരുടെ ഓട്ടൊന്നും എനിക്ക് കിട്ടാതെ പോയത്. കേട്ടാർന്നോ? പെണ്ണ് ഞാനതല്ല നോക്കണതേ. പിന്നെ ഇപ്പൊ മെമ്പറെ കൊണ്ടു കിടക്കാൻ എന്തോ ഒരു ആൾക്കാരാ. ഞാനൊക്കെ ഇവിടെ മെമ്പറായിരുന്നപ്പോ ഒന്നപ്പുറം ഇറക്കി തരാൻ പറഞ്ഞു, ഒരു ചെറുക്കന്മാരും മൈൻഡ് ചെയ്യൂല. ഒരു പട്ടി മൈൻഡ് ചെയ്യിട്ടാ നേരം. നമ്മുടെ വാർഡിലെ ഒരു മെമ്പർ ഒരു സ്ത്രീയല്ലേ, ഒരു വനിത ഇങ്ങനെ കണ്ണിക്കണ്ടവരുടെയൊക്കെ ബൈക്കിൽ കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് വാർഡിലുള്ള നമുക്കും കൂടെ അല്ലേ? തീർച്ചയായും അല്ലേ? അതെ. പ്യാരിജാതൻ പാർട്ടിപരമായിട്ട് വേറെ പാർട്ടിയിലാണെങ്കിലും നമ്മുടെ അടുത്ത സുഹൃത്തല്ലേ. അനിയൻ. ഇത് എന്തുകൊണ്ടും ഇത് പ്യാരിജാതനെ ഒന്ന് അറിയിക്കണം, എന്നിട്ട് ഒന്ന് ഉപദേശിക്കാൻ പറയണം. നീ ഒരു കാര്യം ചെയ്യും, നിനക്കെന്തോ സാധനമൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? സാധനമൊക്കെ മേടിച്ചിട്ട് നീ ഒന്ന് പ്യാരിയിലെടുത്ത് വിവരങ്ങളൊക്കെ ഒന്ന് ധരിപ്പിക്കും കേട്ടോ. ഞാനേറ്റവും വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ കൊണ്ടുവരാ കള്ള് ഷാപ്പിൽ കൊടുക്കാനാ? അതെ, വല്ലാത്തൊരു ജന്മാട്ടോ. ഈ പൈസ കള്ള് ഷാപ്പിൽ കൊടുത്താലും അതുകൊണ്ട് രാഷ്ട്രീയപരമായി എനിക്ക് ചില ഗുണങ്ങളുണ്ടാവും. എന്തൊരു ഗുണാ? അതൊക്കെ ഉണ്ട്. എന്തോ നീ പേര് ഒന്നുമില്ലടാ, വെറുതെ ഒന്നാ. നീ കഴിച്ചിട്ടുണ്ടാ? നീ എന്റെ അനിയനാ. ആ, അപ്പൊ നിന്റെ ഭാര്യ എന്റെ അരി. നിന്റെ അനിയന്റെ ഭാര്യ അനിയത്തി. ആ, ഇനിയിപ്പോ എന്തുണ്ടായ? അല്ല ഒന്നുമില്ല, വെറുതെ വന്നാ. ഞാൻ പോയിക്കോട്ടെ. അല്ല ചില ചെറിയ കാര്യം പറയാൻ പറ. നീ എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ പറ്റി ഒരു കുറ്റം പറയുന്നല്ലേ, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഉണ്ടായിനാ? എന്താ പ്രശ്നം? നീ പറ. പ്രശ്നമല്ലടാ, നമ്മളെ മെമ്പർ, അത് നിന്റെ ഭാര്യ. ഇപ്പം ചില ചെക്കന്മാരെ പരാന്ന് നടത്താം. പിന്നെ നീ ഉള്ളതാണ് ഉണ്ണി പറയണത്. ഉള്ളാത്ത ഉണ്ണിക്ക് പറയണ്ട വല്ല ആവശ്യമുണ്ടാവും. എടാ ഈ ഏടെങ്കിലും ഉണ്ടാകുമ്പോ നീ കൂട്ടിയിട്ട് വരണ്ടടാ. എടാ എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിച്ചാൽ ഞാൻ ചെല്ലാറുണ്ട്, കൂട്ടിക്കൊണ്ട് വരാറുണ്ട്. പിന്നെ അവള് എന്നോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യമില്ല. രമേശ് ചേട്ടന്റെ മോയില്ലേ, കോൺട്രാക്ടർ, ഓന്റെ വണ്ടിയിലെ 3 ദിവസം അടുപ്പിച്ച് ഞാൻ വേറെ സ്ഥലത്ത് കണ്ടത്. നീ ചോദിക്കാനും പിടിക്കാനും പോണ്ട ഉണ്ണി. നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമല്ല, കുടുംബത്തിനൊരു അന്തസ്സാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വാക്ക് നിന്നത്. ഇതുപോലെ കൊള്ളരായിക പറയിക്കാണെങ്കിൽ ഇന്നത്തോണ്ട് നിർത്താൻ ഉണ്ണി. നിങ്ങളുടെ മാറിയ ഞാൻ എവിടെ വിടാൻ പാടില്ല. 2-ൽ 1 ഉണ്ണി. ഒന്നില്ല അവള് അല്ലെങ്കിൽ ഞാൻ.